ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിവാദം കനക്കുകയാണ്. സ്വർണ്ണപ്പാളി എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളിയുമായി എവിടെയൊക്കെ കറങ്ങി നടന്നു തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ കൈ കഴുകുന്നത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം സുതാര്യമാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്നും ആവർത്തിച്ചത്. അതേസമയം ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. തനിക്ക് തന്നത് ചെമ്പുപാളികൾ തന്നെയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകളിലും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് സ്വർണം പൂശിയിരുന്നോ എന്ന് അറിയില്ലെന്നും സ്വർണ്ണപ്പാളി പ്രദർശന വസ്തുവാക്കിയിട്ടില്ലെന്നുമാണ് ന്യായീകരണം. പീഠം കാണാനില്ലെന്ന് പറഞ്ഞതിൽ മലക്കം മറിയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പീഠം കാണാനില്ലെന്ന് താൻ പരാതിപ്പെട്ടിട്ടില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണത്തിൽ എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹസ്തറിനകത്തും അതാണ് രേഖപ്പെടുത്തിയത്. ഇപ്പം ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതിന് മുകളിൽ എനിക്ക് അവരോട് ചൊറയാൻ പറ്റുമോ? ഇപ്പം മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു, അതിൽ ഇങ്ങനെമാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്ത്. അപ്പം എനിക്ക് ചെമ്പെന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ സ്വർണം പൂശിയത് സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ സമയത്ത് കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ തീരുമാനം എടുത്തു തന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ശരി, എനിക്ക് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് എനിക്കിപ്പോ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല, തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു. പിന്നെ ബൈലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്ക് അറിയില്ല. അതിന്റെ വീഴ്ച, അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ. പിന്നെ മെയിൻ്റെനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ മെയിൻ്റെനൻസിന്റെ വർക്കിന്റെ കാലതാമസം വന്നു. ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുതിയ വാദം. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തനിക്ക് നൽകിയത് ചെമ്പുപാളികൾ തന്നെയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അത് തന്റെ കൈവശം സൂക്ഷിച്ചതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി ന്യായീകരണം കണ്ടെത്തുകയാണ്. അതിന്റെ അറ്റകുറ്റപ്പണികൾ കൂടി നടത്തണമായിരുന്നു, അതിനാലാണ് അത്രയും കാലതാമസം എടുത്തത് എന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം. അതായത് വിജയ് മല്യ പൂശിയിരുന്നോ, അവിടെ സ്വർണം പൂശിയിരുന്നോ എന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നില്ല, അത് അന്വേഷിക്കേണ്ട കാര്യമില്ല തനിക്ക് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. തന്നെ ഈ ജോലി ഏൽപ്പിക്കുമ്പോൾ ചെമ്പുപാളികളായിരുന്നു, അത് ദേവസ്വം ബോർഡിന്റെ രേഖകളിലും അങ്ങനെ തന്നെയാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഇത് ചെമ്പുപാളികളാണെന്നാണ് പറയുന്നത്. അത് ശരിയുമാണ്. പക്ഷേ എവിടെയാണ് ഈ അട്ടിമറി നടന്നത് എന്നതിലാണ് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നത്. അതേസമയം എന്തിന് ഇത്രയും ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെമ്പുപാളികളോ സ്വർണ്ണപ്പാളികളോ എന്തു തന്നെയായാലും അത് സൂക്ഷിച്ചു എന്നതിലാണ് ഇപ്പോൾ കൂടുതൽ ദുരൂഹത വരുന്നത്. അത് സ്വർണ്ണപ്പാളികളായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യത്തിൽ മലക്കം മറിയുകയാണ്. അതേസമയം ദേവസ്വം ബോർഡിന്റെ നടപടി സുതാര്യമാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവർത്തിക്കുന്നത്. വ്യവസ്ഥകൾ അനുസരിച്ചാണ് കഴിഞ്ഞ മാസം സ്വർണ്ണപ്പാളി ചെന്നൈയിൽ എത്തിച്ചത്. പോറ്റിയുടെ കയ്യിൽ പാളി നൽകിയിട്ടില്ല. അതായത് ഈ കഴിഞ്ഞ മാസത്തെ കാര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നൽകിയിട്ടില്ല. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ പറയാനാകില്ലെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇപ്പോഴും പ്രശാന്ത് ആവർത്തിക്കുന്നത് 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നാണ്. പ്രശാന്തിന്റെ വാക്കുകൾ. ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ശ്രീ വീൻ വാസുവനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടും ദേവസ്വം ബോർഡിന്റെ നിലപാടും 1998 വിജയ് മല്യ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിന്റെ കാര്യമാവട്ടെ, തൂക്കത്തിന്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ആവശ്യപ്പെടും. പിന്നെ ഇപ്പോ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് കൊണ്ടുപോയത്. അതിലൊരു പാളിച്ചയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല. തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ അവിടെ എത്തി ശബരിമല AOയുടെ സാന്നിധ്യത്തിൽ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ, വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തിലോടുകൂടി ആദ്യം തുടക്കത്തിൽ മഹസർ തയ്യാറാക്കി, അവസാനവും മഹസർ തയ്യാറാക്കി, സുരക്ഷിതമായ വാഹനത്തിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇത്തവണ ചെന്നൈയിലേക്ക് തിരുവാഭരണം കമ്മീഷണർ വാഹനത്തിലിരിക്കെ, അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയത്. നിങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണം കൊടുത്തുവിടുകയല്ല ഞങ്ങൾ ചെയ്തത്.
കഴിഞ്ഞ മാസം സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമല്ല കൊടുത്തുവിട്ടത്, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണ് കൊണ്ടുപോയത് എന്ന കാര്യം PS പ്രശാന്ത് ആവർത്തിക്കുകയാണ്. അത് ശരിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമല്ല കൊടുത്തുവിട്ടത്. പക്ഷേ 2019 ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായത്. അന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് സ്വർണ്ണപ്പാളികളാണോ ചെമ്പ് പാളികളാണോ എന്നുള്ള ദുരൂഹതയാണ് ഇപ്പോഴും ശക്തമായി കൊണ്ടിരിക്കുന്നത്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത് തന്റെ കാലത്ത്, അതായത് ഈ സമയത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അത് സുതാര്യമായിട്ടാണ് എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സന്നിധാന പരിസരത്ത് ഈ അറ്റകുറ്റപ്പണി നടത്താതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുവാനുള്ള സാധ്യതയുണ്ടല്ലോ, ഇന്ന് ചോദ്യം ചെയ്യുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പോറ്റി ഇപ്പോഴും 2019 തനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മറിച്ചൊന്നും പറയാനും കഴിയുകയില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകളിലും അന്നത്തെ സർക്കുലറിലും പറയുന്നത് ചെമ്പുപാളികൾ എന്നാണ്. സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായ സമയം മുതൽ തന്നെ ദേവസ്വം വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ അനൌദ്യോഗികമായി 2 തവണ ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ സമീപിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ചൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നോട്ടീസ് നൽകുകയോ വാക്കാൽ വരാൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ എത്താൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് തുടർ നീക്കങ്ങളിലേക്ക് ദേവസ്വം വിജിലൻസിന്റെ മറ്റ് തലങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാരുടെയോ ബിനാമിയാണ് എന്ന സംശയത്തിലാണ് അത്തരത്തിലേക്ക് ഇയാളുടെ ഭൂമി ഇടപാടുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും അതോടൊപ്പം ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ദിശയിൽ അന്വേഷണം തുടരുകയുമാണ്. എന്തായാലും വിവാദങ്ങൾ ഇങ്ങനെ തുടരുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഒരു തരത്തിലും, അതായത് താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലും വീഴ്ച ഉണ്ടായിട്ടില്ല, അത് സുതാര്യമായിട്ട് മാത്രമാണ് എല്ലാം നടന്നിരിക്കുന്നത്. എന്നാൽ 2019 അല്ലെങ്കിൽ അതിനു മുമ്പോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കല്ല, അത് തന്നോട് ചോദിക്കേണ്ട ആളുമല്ല, അതിന് ഉത്തരം പറയേണ്ട ബാധ്യത തനിക്കില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ സുതാര്യമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ പോകുകയാണ്. 1999 മുതൽ, അതായത് വിജയ് മല്യ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണം പൂശാനായി വിജയ് മല്യയെ ബന്ധപ്പെടുന്ന സമയം മുതൽ ശബരിമലയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 1999 മുതൽ ഈ PS പ്രശാന്തിന്റെ കാലഘട്ടം വരെ നടന്നിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളിലേക്കും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും എന്നുകൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമായൊരു മറുപടി കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് ദേവസ്വം ഇന്നേ വരെ ഭരിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അല്ലെങ്കിൽ